ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളായി ഞാൻ ഷിഫ്റ്റിന് പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ ഇന്ന് ഓർത്തു കുഞ്ഞൊരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പം ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് ഇന്നുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഷെഫീൽഡിൽ നിന്ന്. സോ ഞാൻ അവിടെ വീട് വരെ ഞാൻ ക്യാബ് എടുത്ത് പോയി. പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും പിന്നെ അവർ വരും. എന്നിട്ട് അവരുടെ കൂടെ ഒന്നിച്ച് കെയർ ഹോമിലോട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ചെറിയൊരു മഴ, തണുപ്പ്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റൊക്കെയാണ്. സമ്മർ തുടങ്ങിയാലും അത് കുറച്ച് ദിവസമൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്യാവശ്യം 2-3 ദിവസമായിട്ട് മഴയാണ്. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നൈജീരിയൻസ് ആണ്. അപ്പോൾ അവരുടെ ലാംഗ്വേജിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ എന്നോട് മിണ്ടുമ്പം ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ചോദിക്കുന്നതിനൊക്കെ ആൻസറൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്തോ കഥകളൊക്കെ പറയുകയാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളൊരു 10 മിനിറ്റ് മുന്നേ എത്തും എന്തായാലും. ചില ദിവസങ്ങളിലേ ഉള്ളൂ ലേറ്റ് ആവുന്നത്. അങ്ങനെ എത്തി. പിന്നെ ബ്രേക്ക് ടൈമിൽ ഞാനൊരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് ഫുഡൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ നമ്മുടെ കെയർ ഹോമിൻ്റെ ഒരു പട്ടിക്കുട്ടി വന്നിട്ടുണ്ട്, നമ്മുടെ അഡ്മിൻ്റെ പട്ടിക്കുട്ടി. അപ്പം ഞാൻ അതിനെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ 7 മണിയുടെ ഷിഫ്റ്റ് കഴിഞ്ഞു. ആളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഓർത്തു. ഒരു ഇന്ത്യൻ കടയിലും കയറണം, പിന്നെ അല്ലാണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ അൽദിയിലോ ടെസ്കോയിലോ എവിടെയെങ്കിലും കയറാമെന്നൊക്കെ ഓർത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിറ്റേ ദിവസമായപ്പോൾ കണ്ടോ, ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തെളിഞ്ഞില്ലേ. അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ഈ ഒരു സ്ഥലം കാണാനൊക്കെ. ചെസ്റ്റർഫീൽഡ് പൊതുവേ ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ, അത്ര ബിസി ഒന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം. പിന്നെ ദൂരമാണ്, ഷെഫീൽഡിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട്. ഇപ്പോൾ ബസ്സിനൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ടയേർഡാകും. കാരണം 1.5 മണിക്കൂർ എടുക്കും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്താൻ വേണ്ടി തന്നെ. അങ്ങനെ നമ്മൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഓർത്തു എന്തായാലും കടയിലൊക്കെ കയറുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിച്ചാലോ എന്ന്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ നേരെ മെഗ്ഡിയിലോട്ട് വിട്ടു. അപ്പോൾ ചെറിയൊരു ബർഗറും എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒരു കാപ്പിയും കുടിച്ചിട്ട് പോകാമെന്നൊക്കെ ഓർത്ത്. എന്തായാലും കട തുറക്കാൻ വേണ്ടിയിട്ട് 8 മണിയാകും. അപ്പോൾ നമ്മൾ നേരെ മെഗ്ഡിയിലോട്ട് വിട്ടിട്ടുണ്ട്. എനിക്ക് മെഗ്ഡി ഓക്കെ ആട്ടോ വല്ലപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ആൾക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു, കാറിൽ പോയിരുന്ന് കഴിക്കാമെന്ന് ഓർത്തു. അപ്പം കടയിൽ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഗ്ഡി കയറിയത്. ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ചീസ് ബർഗർ. അപ്പം അതും കഴിച്ചു, കാപ്പിയൊക്കെ കുടിച്ചു. ഇനി നമുക്ക് കുറച്ച് വിശേഷം പറഞ്ഞാലോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അൽദി നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നേക്കുക. ഞാൻ ഓർത്തു വീഡിയോ എടുക്കുമല്ലോ എന്തായാലും, അപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറയാമെന്ന്. അപ്പം എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും, ഞാൻ കൂടുതലും ഇവിടുത്തെ പ്രശ്നങ്ങളും നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നുണയല്ല കേട്ടോ, എല്ലാം സത്യമാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വീഡിയോസിലും ഞാൻ പറയും, നല്ലതായിട്ടുള്ളതും ഉണ്ട്, ചീത്തയായിട്ടുള്ളതും ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തവരെയും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നൊക്കെ. അപ്പം ഞാനും കെവിനുമായിട്ടുള്ളതൊക്കെ പണ്ടത്തെ വീഡിയോസിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ നേരിടേണ്ട വന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി മെൻഷൻ അതിൽ ചെയ്തിട്ടുണ്ട്, ഈ ലോണൊക്കെ എടുത്ത് വരുന്ന പിള്ളേരൊക്കെ ആദ്യമൊക്കെ ഒത്തിരി കഷ്ടപ്പെടേണ്ട വരുമെന്ന്. സ്റ്റിൽ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യം എന്തായാലും പറയാം, നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ 20 hours അല്ലേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സമയമാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ടുന്നത്. കാരണം ഇപ്പം ലോൺ എടുത്തതിൻ്റെ ഫസ്റ്റ് ഹാഫ് ആ ഒരു എമൗണ്ട് നമ്മൾ ഫീ അടച്ചിട്ട് പിന്നെയും നമ്മൾ ഹാഫ് അടയ്ക്കണമല്ലോ ബാക്കിയുള്ള. അത് അപ്പം അടയ്ക്കാനില്ലാത്ത ആൾക്കാർ കാണുമല്ലോ. ഇപ്പം ലോൺ എടുക്കാണ്ട് വന്നവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്ത് അടയ്ക്കാൻ പറ്റും എന്നൊക്കെ ഒരു മൈൻഡിൽ വന്ന് ഞാനൊക്കെ അങ്ങനെ കേട്ടോ വന്നേ. അപ്പം അതൊന്നും എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആണെന്നൊന്നും. കാരണം ഈ 20 hours വർക്ക് ചെയ്ത് അതൊക്കെ കുറച്ച് പാടായിരിക്കും. എങ്ങനെ വന്നാലും മൊത്തം എമൗണ്ട് നമുക്ക് ഒരിക്കലും അടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ആ ഒരു 20 hours എന്നുള്ള ഒരു സമയമെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളിപ്പം PSW എടുത്തു അല്ലെങ്കിൽ ഒരു വിസ കിട്ടിയൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും പതുക്കെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ സേവിങ്സോ അല്ലെങ്കിൽ നമുക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല. അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ മനസ്സുള്ളവരാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാൻ പറ്റും. കുറച്ച് സേവിങ്സ് ആണേലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്.
ഈ സ്റ്റുഡൻ്റായിട്ട് വരുന്ന പിള്ളേരായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാരണം നമ്മൾ ആ ഒരു സമയമൊക്കെ കടന്നിപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഡൊമസ്റ്റിലറി കെയർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. ഇപ്പം അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ആ ഒരു 4-5 മാസം എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. കാരണം ഭക്ഷണമില്ല, വെള്ളമില്ല, തണുപ്പ്, അതിൻ്റെ ഇടയ്ക്ക് നടന്ന് ചെയ്യുന്നത്. അയ്യോ, എനിക്കിപ്പോൾ അതൊന്നും ഓർക്കാൻ കൂടി വയ്യ കേട്ടോ. അത്രയും പാടുപെട്ട്. അതാ ഞാനീ പറഞ്ഞത്, നാട്ടിൽ നിന്നൊക്കെ ഡൊമസ്റ്റിലറി കെയർ വിസ ഒന്നും എടുത്താലും വരരുതെന്നൊക്കെ. ഇപ്പം പിന്നെ വിസയുടെയൊക്കെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടിരിക്കുകയാണല്ലോ. കാരണം പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പം ഞാനിങ്ങനെ പറയുന്നു, സ്റ്റുഡൻ്റായിട്ട് വരുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ ആ ഒരു സ്റ്റുഡൻറ്റ് അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ലിമിറ്റേഷൻസ് ഇല്ലല്ലോ. ഫുൾ ടൈം വർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒന്ന് ശ്വാസം വിടാൻ പറ്റും. നമുക്ക് അത്യാവശ്യം നമ്മുടെ ബില്ലും നമ്മുടെ റെൻറ്റും നമ്മുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ നടന്നു പോകാനും ലോണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചടയ്ക്കാനും ഒക്കെ ഉള്ളൊരു ഇതെന്തായാലും കിട്ടും നമുക്ക്. അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ചില പിള്ളേരൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു, എങ്ങനെയാണ് ഇത്, സത്യമാണ്, ഇത്രയും പാടാണോ എന്നൊക്കെ. എന്തായാലും സ്റ്റുഡൻ്റായിട്ട് വരുന്നവരെ എന്തായാലും കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ആരും വരുന്നില്ല. ഇപ്പം ഇങ്ങോട്ടുള്ള ഏകദേശം തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം റൂൾസിനൊക്കെ കുറച്ചും കൂടെ ഒരു അയവ് വന്നു കഴിയുമ്പോഴേ ആരെങ്കിലുമൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ പേര് ഇപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട്. അത്ര ഈസി അല്ല വന്ന് പിടിച്ച് നിൽക്കുക എന്നുള്ളത്. കുറച്ച് പാട് തന്നെയാണ്. കാരണം ജോലി കിട്ടണം, പിന്നെ അതിലൊന്ന് നിൽക്കണം. ഇപ്പം നമ്മൾ ഗ്രീൻ കോർ ചില വെയർ ഹൗസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2 ആഴ്ചയൊക്കെയാണ് പോയേക്കുന്നത്. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 20 hours വെച്ച് 2 ദിവസം, 4 ദിവസം മൊത്തം പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുള്ളൂ അവിടെ. കാരണം അതൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്നവരും ഉണ്ട്. ഇടയ്ക്കൊരു ഡിസ്ട്രാക്ഷൻ വന്നപ്പോഴത്തേക്കിനും കേട്ടോ വീഡിയോ നിന്ന് പോയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതാ റൂമിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറിൻ്റെ ബാക്കിൽ വന്നിരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത്. കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ശരി, എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വീഡിയോസൊക്കെ പറ്റുന്ന പോലെ ഇടുന്നതായിരിക്കും. ബൈ.